കണ്ണൂർ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെൽഫെയർ പാർട്ടി നേതാവിന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയതിലും തുടർന്ന് നടന്ന ആചാര ലംഘനത്തിലും പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രരക്ഷാ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെൽഫെയർ പാർട്ടിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയതിനെതിരെയായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം. നിരവധി ഭക്തരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ക്ഷേത്രത്തിൽ മതമൗലികവാദ സംഘടനയിൽപ്പെട്ടവർക്ക് പരിപാടി നടത്താൻ അവസരം കൊടുക്കുകയും ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ആവശ്യപ്പെട്ടു. പുനരുദ്ധാരണ കമ്മിറ്റിക്ക് മുകളിൽ ഇവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് പുനരുദ്ധാരണ കമ്മിറ്റിയാണോ? അവരുടെ അടുത്താണോ ഈ കാര്യം ചോദിക്കേണ്ടത്? ക്ഷേത്രത്തിന്റെ ദേവസ്വം വിഭാഗമല്ലേ, ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറല്ലേ? ഇവിടെ ബോർഡ് വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ? ഇവിടെ എന്ത് നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കുന്നവരല്ലേ? ഇവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടി മതിയായ സെക്യൂരിറ്റി ഏർപ്പാടാക്കേണ്ടത് അവരല്ലേ? ഈ പറഞ്ഞ ആളുകളുടെ വീഴ്ച അത് ആരെയെങ്കിലും ഈ പറഞ്ഞ ആദ്യത്തെ ഘടകത്തിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അങ്ങനെ കഴിയൊടിയുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കരുത്. ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അതിന് ശക്തമായിട്ടുള്ള നടപടി അദ്ദേഹം നേരിടേണ്ടതായിട്ടുണ്ട്. ഈ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റുവാനും ഈ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം, ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ ആശങ്കയും ഹൈന്ദവ സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ഇങ്ങനെയൊരു ക്ഷേത്ര രക്ഷാ ജാഗ്രത സദസ്സ് നടത്തിയിട്ടുള്ളത്. ഏതാനും ദിവസം മുൻപാണ് വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയത്. വളപട്ടണം പൈതൃക യാത്ര എന്ന പേരിലായിരുന്നു ക്ഷേത്രമുറ്റത്തെ പരിപാടി. സംഭവം വിവാദമാവുകയും ഭക്തർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തതോടെ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. ജനം, കണ്ണൂർ.